പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള നാടാണ് ഇന്ത്യ. 37,10,00,000 വരുന്ന യുവാക്കളുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയിലെ വലിയൊരു സമ്പത്ത് എന്ന രീതിയിൽ. 35 വയസ്സിന് താഴെയുള്ളവരാണ് അധികവും. അതായത് 65% കൂടുതലധികം ആളുകൾ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 35 വയസ്സിന് താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾക്ക് സാധിക്കില്ല. അതുതന്നെയാണ് CJP സമരം, ആ പ്രതിഷേധം നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറയുന്നത്. BJP യഥാർത്ഥത്തിൽ മുട്ടുമടക്കാനുള്ള കാരണം എന്ന് പറയുന്നതിന് പിന്നിലും ഇത് തന്നെയാണ്. നമുക്കറിയാം, 2014 BJP അധികാരത്തിൽ കൊണ്ടുവന്നതാരാണ്? BJP അധികാരത്തിൽ എത്തിച്ചതിൽ വലിയൊരു ശതമാനം യുവജനങ്ങളുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ അമിത്ഷായ്ക്കും സംഘപരിവാറിനുമൊക്കെ മോദിക്കുമൊക്കെ സാധിച്ചത് എന്ന് വേണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് CJP സമരം, ആ സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ യുവജനങ്ങളുടെ വിജയമാണ്. ഈ രാജ്യത്തെ സർക്കാർ യുവജനങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ യുവജനങ്ങളെ ഭയപ്പെടുന്നു എന്നതിൻ്റെ കൂടി ഒരു കൃത്യമായിട്ടുള്ള തെളിവാണ്. നമുക്കറിയാം, BJP സംഘപരിവാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന RSS മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നൊരു വേദിയിൽ അദ്ദേഹം നൽകിയ അഭിപ്രായം എന്താണ്? ഈ നാട്ടിലെ യുവജനങ്ങൾ എന്ന് പറയുന്നത് വളരെ യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ആളുകളാണ്, അനുകമ്പയോടുകൂടിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഒരു സർക്കാരുകൾക്കും സാധിക്കില്ല. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു സർക്കാരായിട്ട് ഭാവിയിൽ അവർ മുദ്ര കുത്തപ്പെടുമെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ജൻസികളെ ഞാൻ വളരെ വലിയ രീതിയിൽ കണ്ണടച്ചു വിശ്വസിക്കുന്നു എന്നും RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. ആ സൂചന എന്ന് പറയുന്നത് 2029 ഇന്ത്യ എത്തുമ്പോൾ ഏത് സർക്കാരാകും ഇന്ത്യ ഭരിക്കുക എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് കൃത്യമായിട്ട് അത് നൽകുന്നത്. അതൊരു പക്ഷേ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJPയോ ആവാനുള്ള സാധ്യതയില്ല എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് കുറേയധികം കടമ്പകൾ ഇനിയും കോൺഗ്രസ് ഉള്ള പാർട്ടി മറികടക്കാനുണ്ട്. ഏറ്റവും അടുത്തായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ്. അവിടെ വലിയ രീതിയിലുള്ള വിജയം കൊയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള കുറേയധികം ഘടകങ്ങളുണ്ട്. അതൊക്കെ സാധ്യമാകുമെങ്കിൽ മാത്രമേ ആ സ്വപ്നം 2029 രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രധാനമന്ത്രി ആകണമെന്ന് പറയുന്ന സ്വപ്നമൊക്കെ കാണാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറേയധികം ഘടകങ്ങളുണ്ട്. ഒന്ന് ഉത്തർപ്രദേശാണ്, പിന്നീട് വരുന്ന നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ട്. രാജ്യത്തെ യുവജനങ്ങളെ കേൾക്കാതിരിക്കുന്ന ഏതൊരു സർക്കാരും നിലം പൊത്തി വീണിട്ടുണ്ട് എന്നത് കൃത്യമായിട്ടും ചരിത്രമാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കത് വളരെ വ്യക്തമായിട്ട് അറിയുന്നതുമാണ്. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള, വിശ്വപൗരനായിട്ട് നമ്മൾ കണക്കാക്കുന്ന പ്രിയപ്പെട്ട ശശി തരൂർ പലപ്പോഴും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, പാർട്ടി ലീഡർഷിപ്പ് നിലപാടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പല നിലപാടുകളും സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മോഹൻ ഭാഗവത് പങ്കെടുത്ത അതേ വേദിയിൽ മുംബൈയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുക്കുകയുണ്ടായി, ഓഗസ്റ്റ് 7 അന്ന് ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യാസ് ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന വേദിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ച ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതായത് ജന്തർ മന്ദിറിൽ ജൂൺ 20 CJP അവരുടെ പ്രക്ഷോഭം, ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ 17 രാഹുൽ ഗാന്ധി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ്റെ പേരെന്ന് പറയുന്നത് ഛത്രോം കി ഗൂഞ്ച് എന്ന് പറയുന്ന പരിപാടിയാണ്. അതായത് വിദ്യാർത്ഥികളുടെ പ്രതിധ്വനികൾ, വിദ്യാർത്ഥികളുടെ വോയിസുകൾ, ശബ്ദങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പല രീതിയിലുള്ള ഗ്രീവിയൻസസ്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാനിലെ ആരംഭിച്ചൊരു ക്യാമ്പയിൻ ആയിരുന്നു അത്. ആ ക്യാമ്പയിൻ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല? പക്ഷേ CJPയുടെ ഈ പ്രതിഷേധം
വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, അത് വിജയിക്കുകയും ചെയ്തു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് ശശി തരൂർ ആ വേദിയിൽ ചോദിച്ചൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ട രീതിയിൽ നമ്മുടെ യുവജനങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ശശി തരൂർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതാണ്: രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും നേതൃത്വത്തിലേക്കുള്ള വഴികൾ ഒരുക്കുകയും വേണം. പോയിന്റ് നമ്പർ 1 അദ്ദേഹം പറഞ്ഞത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒപ്പം നമ്മുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താനുള്ള അധികാരം അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും വേണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടുള്ള 2 കാര്യങ്ങളാണ് ശശി തരൂർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, പരമ്പരാഗതമായിട്ടുള്ള പാർട്ടികൾ, അതിപ്പം കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായിക്കോട്ടെ, ഇവർക്കൊന്നും രാജ്യത്തെ യുവജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഇതിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. ഈ ഒരു വീഴ്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് CJP എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന പാഠമെന്നാണ് വളരെ കൃത്യമായിട്ട് ശശി തരൂർ, വിശ്വപൗരൻ, കോൺഗ്രസിലെ വ്യത്യസ്ത ശബ്ദം എന്നറിയപ്പെടുന്ന അദ്ദേഹം മുംബൈയിൽ പറഞ്ഞത്. ഇത് കോൺഗ്രസ് പാർട്ടിയെ അദ്ദേഹം വലിയ രീതിയിൽ അപകടത്തിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ചർച്ചകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കോൺഗ്രസ് ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം, കൃത്യമായിട്ട് യുവജനങ്ങളുടെ ശബ്ദത്തെ കേൾക്കണം തുടങ്ങിയ കാര്യമാണ്, ഒരു നിർദ്ദേശം പോലെയാണ് അദ്ദേഹം അത് പങ്കുവച്ചിട്ടുള്ളത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ CJP എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, സോനം വാങ്ചുങ് ആണ് CJP സമരത്തിന്റെ മുൻനിര പോരാളിയായിക്കൊണ്ട് നിരാഹാര സമരം കുറേയധികം ദിവസം കിടന്നത്. അവസാനം രാഹുൽ ഗാന്ധി പിന്നീടാണ് ആ ഒരു സമരത്തിന്റെ ഭാഗമാവുകയും സോനം വാങ്ചുങ്ങിനെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മോ അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഈ നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം അവർ മുമ്പോട്ട് വെച്ച കുറച്ചധികം ആശയങ്ങളുണ്ട്. അത് നമ്മുടെ മുഖ്യധാര പാർട്ടികളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഗീതാഞ്ജലി ആങ്മോ പറഞ്ഞ ആ നിലപാടുകൾക്ക് ഒപ്പമാണ് ശശി തരൂരും ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഗീതാഞ്ജലി ആങ്മോ പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഗ്രാമർ അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു മാറ്റമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അല്ലാതെ നരേന്ദ്രമോദിയെ പീരങ്കി വെച്ചിട്ട് വായിൽ വെടിയുണ്ട ഉതിർത്ത് കൊല്ലുക, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് വെടിവെച്ച് തകർക്കുക, ഇന്ത്യൻ ഡെമോക്രസി പുസ്തകം പറിച്ചു കളയുക എന്ന ആവശ്യമല്ല, അതായത് ഗവൺമെന്റിനെ കീഴ്മേൽ മറിക്കുക എന്ന ആവശ്യമല്ല ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥ തന്നെ അടിമുറി മാറണം, പൊളിറ്റിക്കൽ ഗ്രാമർ തന്നെ അടിമുടി മാറണം എന്നൊരു നിർദ്ദേശമാണ് അവർ മുമ്പോട്ട് വെച്ചത്. ശശി തരൂരും ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. കാരണം CJP എന്ന് പറയുന്ന ആ വലിയ മൂവ്മെന്റ് വെറും 3 മാസം കൊണ്ടാണ് വിജയത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത്. കേവലം 3 മാസം കൊണ്ട്. നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് ഓരോ മുക്കിലും മൂലയ്ക്കും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് പോലും 10ഓ 20ഓ അല്ലെങ്കിൽ 100ൽ കൂടുതൽ ആളുകളെ പോലും സംഘടിപ്പിക്കാൻ ശേഷിയില്ലാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന, വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ CJP എന്ന് പറയുന്ന യുവാക്കൾ നയിച്ച ആ ഒരു മൂവ്മെൻറ്റിൽ നിന്നും കുറേയധികം സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുണ്ട്. അത് വെറും 3 മാസം കൊണ്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് അവർക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്നതാണ്. ഒപ്പം തന്നെ എങ്ങനെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ, അതായത് രാജ്യം കൃത്യമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം അത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രചരണം നടത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റിനെ, ഒരു പ്രസ്ഥാനത്തിനെ എങ്ങനെ വിജയകരമായ ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ CJP മുമ്പോട്ട് വെച്ചത്. അത് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ പഠിക്കേണ്ടതാണ്. അതായത് കാമ്പുള്ള വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. പെറ്റി പൊളിറ്റിക്സ്, കേവല രാഷ്ട്രീയ
ഈഗോകൾ, കേവല രാഷ്ട്രീയ വിഷയങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് രാജ്യം അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ യുവജനങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള നമ്മുടെ രാജ്യത്ത് ഉള്ള ഏറ്റവും വലിയ ജനസംഖ്യയിലെ ഒരു വലിയ ചങ്ക് എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് മുന്നേറാനായിട്ട്, അല്ലെങ്കിൽ ആ ശബ്ദങ്ങളെ കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ഇവിടെ മരിച്ചു വീഴും, അല്ലെങ്കിൽ ഇല്ലാതായി പോകും എന്നാണ് CJP യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ശശി തരൂരും കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ വേദിയിൽ പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ഒരു ആശയമെന്നും പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥയിൽ യുവജനങ്ങൾക്ക് കടന്നു കയറാൻ പറ്റുക? കാരണം അവിടെ കുടുംബവാഴ്ചയുണ്ട്, ഹൈറാർക്കി ഉണ്ട്, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെയൊരു കുറേയധികം വെല്ലുവിളികൾ നേരിടുമ്പം എങ്ങനെ യുവജനങ്ങൾ ഇത്തരത്തിലുള്ള പരമ്പരാഗത പാർട്ടിയുടെ ഭാഗമാകും? പരമ്പരാഗത പാർട്ടികൾക്ക് എന്തുകൊണ്ട് യുവജനങ്ങളുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല? എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് സംഭവിക്കുന്ന വീഴ്ച? അതായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് എവിടെയാണ് യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനായിട്ടുള്ള, അദ്ദേഹം ആരംഭിച്ച ഈ ക്യാമ്പയിൻ ഛത്രോം കി ഗൂജ് എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠനം നടത്തണം എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വിശ്വപൗരനായതുകൊണ്ട് തന്നെ, ലോക വിവരമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെച്ച വളരെ മഹത്തരമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇതിനെ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള, ഗഹനമായിട്ടുള്ള, ആഴത്തിലുള്ള, കാമ്പുള്ള അഭിപ്രായങ്ങളെ തിരസ്കരിക്കാതിരിക്കട്ടെ കോൺഗ്രസ് എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പരാജയമാണ് എന്ന് പല രീതിയിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ CJP പ്രക്ഷോഭം അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്? അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്നില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അദ്ദേഹം ഒരുപാട് നാൾ യൂറോപ്പ് ട്രിപ്പ് നടത്തുകയായിരുന്നു. പിന്നീട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ അല്ലെങ്കിൽ ചില പോസ്റ്ററുകൾ ഡൽഹിയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട് CJP മുമ്പോട്ട് വെച്ച ഈ വിഷയത്തെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് മുമ്പോട്ട് വെക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അവരെ മാറ്റിക്കൊണ്ട് CJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന് രൂപപ്പെടേണ്ടി വന്നു? ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചോദ്യമുണ്ട്. അതായത് പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ഈ രാജ്യത്ത് അപ്രസക്തമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അവരുടെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം, യുവാക്കളുടെ പുതിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണോ രാജ്യത്തിന് ആവശ്യം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഈ CJPയുടെ പ്രക്ഷോഭവും അതിൻ്റെ വിജയവുമൊക്കെ ചിന്തിപ്പിക്കുകയാണ്. അതിന് ആ ഒരു ചിന്ത നമ്മൾ നടത്തണമെന്നാണ് വിശ്വപൗരനായിട്ടുള്ള, തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള, യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശശി തരൂരൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ RSS പോലുള്ള പ്രസ്ഥാനവും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ അതിശയത്തോടു കൂടിയിട്ട് വേണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗീതാഞ്ജലി ആങ്മോ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് യഥാർത്ഥത്തിൽ വലിയൊരു മാറ്റം അനിവാര്യമാണ്.